ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്, ഓട്സ് ദോശ. ഈ ഓട്സ് ദോശയുടെ കൂടെ ഞാൻ വേറെ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും തന്നെ ചേർക്കണില്ല. ഓട്സ് മാത്രമാണ് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തേക്കുന്നത്. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു. 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു. ഇനി 1 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തു. ഇനി ഒരു 4-5 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇനി അത് അടിച്ചതിന് ശേഷം ഞാൻ 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് വെള്ളവും മുട്ടയൊക്കെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് കണ്ടില്ലേ. ഇതെല്ലാം നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതുകൊണ്ട് ഇത്രയും ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി, നോർമൽ നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഞാനൊരു അയൺ തവ നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എള്ളെണ്ണ തേച്ച് കൊടുത്തു. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് വേണ്ടാന്നുള്ളവർ എള്ളെണ്ണ തേച്ച് കൊടുത്താലും മതി. ഇനി നമുക്കതിനെ ഫ്ലിപ്പ് ചെയ്യാം. ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ദോശ എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി ദോശയും ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഓട്സ് ദോശ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ചേർന്ന് വരുന്ന അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാൽ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാനും പറ്റും. ചട്നിയും സാലഡും ഒക്കെ ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.